ഹായ് ഹലോ മോർണിംഗ് ടീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ സ്വാദിഷ്ടമായൊരു ചായ, അതോടൊപ്പം തന്നെ നല്ലൊരു അറിവ് നമുക്ക് നോക്കാം. ചുവടെ പറയുന്നതിൽ നദികൾ ദൃശ്യമാകുന്ന പ്രദേശം കണ്ടെത്തുക. ഇതാണ് നമ്മുടെ ചോദ്യം. ചുവടെ പറയുന്നതിൽ നദികൾ ദൃശ്യമാകുന്ന പ്രദേശം കണ്ടെത്തുക. ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും, ഞാൻ പിന്നെ നോക്കിക്കൊള്ളാം. ചുവടെ പറയുന്നതിൽ നദികൾ ദൃശ്യമാകുന്ന പ്രദേശം കണ്ടെത്തുക. ഇത് ഏത് ടോപ്പിക്കിൽ വരുന്നതാണെന്ന് അറിയാമോ? ഇത് അതായത് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളില് ഉത്തര മഹാസമതലത്തിൽ വരുന്ന അല്ലെ ഉത്തര മഹാസമുദ്രത്തിൽ വരുന്ന ആ ടോപ്പിക്കിലെ ഒരു ചോദ്യമാണ്. ചുവടെ പറയുന്നതിൽ നദികൾ ദൃശ്യമാകുന്ന പ്രദേശം. ആദ്യം നമുക്ക് ആൻസർ കണ്ടെത്താം അല്ലേ, എന്നിട്ട് നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഫാബർ തെറ്റാണ്. ആൻസർ കമന്റ് ചെയ്യണേ. ടെറായി ശരിയോ തെറ്റോ? ടെറായി ആണ് ശരി. അടുത്ത് നമുക്ക് വേണ്ടല്ലോ, ഖാദറും ഫങ്കറും നമുക്കങ്ങ് ഒഴിവാക്കാം. എന്താണ് ഈ ഫാബർ, ടെറായി, ഖാദർ, ഫങ്കർ എന്നൊക്കെ പറഞ്ഞാൽ? അതായത് മണ്ണിന്റെ അടിസ്ഥാനത്തിൽ ഉത്തര മഹാസമതലത്തെ നമ്മൾ നാലായിട്ട് തിരിക്കുന്നു. ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെ വരും കേട്ടോ, ഇങ്ങനെ വരും. ഇതാണ് ഉത്തര മഹാസമതലം. കുറച്ചുകൂടെ ഇങ്ങോട്ടുണ്ട്, ആസാമിലേക്ക് കയറുന്നുണ്ട് കുറച്ച് ഭാഗങ്ങൾ. നമുക്കിപ്പോൾ തൽക്കാലം ഞാൻ ഇത്രയും വരയ്ക്കുന്നുള്ളൂ. ഇത്രയുമാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഈ ഉത്തര മഹാസമതലം രൂപം കൊണ്ടത് തന്നെ ഹിമാലയം ഉണ്ടായതിനു ശേഷമാണ്. ഹിമാലയം ഉണ്ടായത് എങ്ങനെയാണ്? ഹിമാലയം സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗം പണ്ട് എന്തായിരുന്നു? ഒരു മഹാസമുദ്രം, തെതിസ് എന്ന് പറയുന്ന ഒരു മഹാസമുദ്രമായിരുന്നു അല്ലെ. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തെതിസ് ഈ തെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ രണ്ട് ഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഹിമാലയ പർവ്വതം, മടക്ക് പർവ്വതം ഉണ്ടാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മേഖല ഒരു വലിയ ഗർത്തമായി മാറുന്നു. അതായത് നമ്മൾ ഇന്ന് ഈ പറയുന്ന ഉത്തരമഹാസമതലം ഒരു വലിയ ഗർത്തമായി മാറി. എത്രയെങ്കിലും നൂറുകണക്കിന് കിലോമീറ്റർ നീളത്തിലും ആഴത്തിലുമുള്ള ഗർത്തം, ചെറിയ ഗർത്തമല്ല, നൂറുകണക്കിന് കിലോമീറ്റർ നീളത്തിലും വീതിയിലും അതോടൊപ്പം തന്നെ ആഴത്തിലുമുള്ള ഒരു വലിയ ഗർത്തമായി മാറുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർമ്മിച്ചോളണം. എന്നിട്ട് ഈ ഗർത്തം എങ്ങനെ നിറഞ്ഞു ഒരു ഇന്നത്തെ രൂപത്തിലായി എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും ഹിമാലയ പർവ്വതം ഉണ്ടാകുമ്പോൾ അവിടെ നിരവധി നദികൾ ഉണ്ടാവും. ഈ നദികൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്താണ് ഈ വലിയ ഗർത്തം എന്തായത് ഇന്നത്തെ പോലത്തെ രൂപത്തിലായി മാറുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഉത്തര മഹാസമതലം രൂപം കൊള്ളുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന മേഖലയാണ് ഈ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ശരിയല്ലേ? ഉത്തര മഹാസമതലം. ഈ ഉത്തര മഹാസമുദ്രത്തിൽ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഞാൻ ഇതിനെ പുറത്ത് വരയ്ക്കാമേ. ഇതാ ഇവിടെ ഇതിനെ നമുക്ക് ഉത്തര മഹാസമുദ്രം എന്ന് വിളിക്കാം. ഇത്രയാണ് ഉത്തര മഹാസമുദ്രം ഒന്ന് കൺസിഡർ ചെയ്യുക. ഇവിടെ ഈ ഉത്തര മഹാസമുദ്രത്തിന്റെ പൊസിഷൻ എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തര പർവ്വത മേഖലയ്ക്ക് തൊട്ട് തെക്കാണ്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കിന് തൊട്ട് തെക്കാണ്. അതായത് ഈ ഭാഗമൊക്കെയാണ് നമ്മൾ സിവാലിക് എന്ന് പറയുന്നത്. അതായത് ഈ ഉത്തര മഹാസമുദ്രത്തിൽ തൊട്ട് വടക്കുള്ള ഭാഗം. ഇവിടെ ഈ പ്രദേശത്തെ നമുക്ക് മണ്ണിന്റെ അടിസ്ഥാനത്തിൽ നാലായി തിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ഫാബർ എന്ന് പറഞ്ഞാൽ ഈ മേഖലയാണ് ഫാബർ എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ഏറ്റവും വടക്കേരത്തെ മേഖല ഫാബർ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 8 മുതൽ ഫാബറിന്റെ പ്രത്യേകത 8 മുതൽ 16 കിലോമീറ്റർ വരെയാണ് അതിന്റെ നീളം.
പർവ്വതത്തിന്റെ അടുത്താണ്, തൊട്ടടുത്ത് കിടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പർവ്വതങ്ങളിൽ നിന്നും ധാരാളം കല്ലുകൾ, വലിയ വലിയ കല്ലുകൾ 8 മുതൽ 16 കിലോമീറ്റർ വരെ നീളത്തിലും എത്രയെങ്കിലും മീറ്റർ കനത്തിലുമുള്ള ഒരുപാട് കല്ലുകൾ വന്ന് നിറഞ്ഞു കിടക്കുന്ന പ്രദേശമാണ് ഫാബർ എന്ന് പറയുന്നത്. പർവ്വതത്തിന്റെ അടുത്തായതുകൊണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സ്വാഭാവികമായിട്ടും വലിയ വലിയ ഉരുളൻ കല്ലുകൾ വന്ന് വീണ് അടിഞ്ഞ പ്രദേശമാണ് ഫാബർ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നും ഒരുപാട് നദികൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ നദികൾ ഈ ഫാബറിന്റെ പ്രദേശത്ത് വരുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ പ്രദേശത്ത് വരുമ്പോൾ ഇവിടെയൊക്കെ ഉരുളൻ കല്ലുകളാണ് കേട്ടോ, വലിയ വലിയ കല്ലുകൾ. അപ്പോൾ ഈ പ്രദേശത്ത് വരുമ്പോൾ ആ നദികളെ കാണാൻ സാധിക്കില്ല. നദികൾ ഒഴുകുന്നുണ്ട്, ഈ വലിയ വലിയ എത്രയെങ്കിലും മീറ്റർ കനത്തിലുള്ള ഈ കല്ലുകൾ വന്ന് വീണടക്കുന്ന ഈ പ്രദേശത്തിന്റെ അടിയിലൂടെയാണ് എന്തൊഴുകുന്നത്? നദികൾ ഒഴുകുന്നത്. അപ്പോൾ നദികൾ അപ്രത്യക്ഷമാകുന്ന ഉത്തര മഹാസമുദ്രത്തിലെ പ്രദേശമാണ് ഫാബർ. ക്ലിയർ ആയോ? നദികൾ അപ്രത്യക്ഷമാകുന്ന പ്രദേശം എന്താണ് നമ്മൾ കണ്ടു അല്ലെ? വലിയ വലിയ ഉരുളൻ കല്ലുകൾ വന്ന് വീണ് ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ജനവാസം ഒന്നുമില്ല അല്ലെ, അല്ലാത്തൊരു സ്ഥലമാണ് ഈ ഫാബർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അതിന് തൊട്ട് തെക്കുള്ള ഈ പ്രദേശത്തെയാണ് നമുക്കിവിടെ വരയ്ക്കാം. ഈ പ്രദേശത്തെയാണ് നമ്മൾ ടെറായി എന്ന് പറയുന്നത്. അപ്പൊ ഫാബർ പ്രദേശത്ത് അപ്രത്യക്ഷമാകുന്ന നദികൾ ടെറായി പ്രദേശമാകുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നു അല്ലെ. എന്ന് പറഞ്ഞാൽ ഈ ടെറായി പ്രദേശത്ത് എന്തല്ല, വലിയ വലിയ പാറക്കല്ലുകളൊന്നും അങ്ങനെയില്ല. ഇവിടെയൊക്കെ വനപ്രദേശമാണ് കൂടുതൽ. അതായത് ടെറായിൽ കൂടുതൽ വനപ്രദേശമാണ്. ഈ അപ്രത്യക്ഷമാകുന്ന ഫാബറിൽ അപ്രത്യക്ഷമാകുന്ന ഈ നദികൾ പ്രത്യക്ഷമാകുന്ന സ്ഥലമാണ് ടെറായി. ക്ലിയർ ആയല്ലോ? ടെറായി മേഖല എന്ന് പറയുന്നത് നദികൾ പ്രത്യക്ഷമാകുന്ന സ്ഥലമാണ്, നല്ല കാടുകളാണ്. ഇനി ഇവിടെ ഈ ടെറായി മേഖലയിൽ ഒരു നാഷണൽ പാർക്കുണ്ട്, ഒരു കടുവാ സങ്കേതമാണ്. അത് യുപിയിലാണ് കേട്ടോ. അതിന്റെ പേര് ദുധുവ നാഷണൽ പാർക്ക് എന്ന് പറയും. എന്താ പറയുന്ന പേര്? ദുധുവ നാഷണൽ പാർക്ക്. അപ്പോ ടെറായി മേഖലയിൽ യുപിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കും കടുവാ സങ്കേതവുമാണ് ഏത്? ദുധുവ നാഷണൽ പാർക്ക്. അത് ഏത് മേഖലയിലാണ്? ടെറായി മേഖലയിലാണ്. ഇനി 1947 പാർട്ടീഷൻ വന്നല്ലോ. അതായത് 47 ഓഗസ്റ്റ് 15 പാകിസ്ഥാൻ വിഭജനം വന്നപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ധാരാളം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വന്നു. ഈ ഇന്ത്യയിലേക്ക് വന്ന അഭയാർത്ഥികൾ അവർക്ക് വീട് വയ്ക്കാനും കൃഷി ചെയ്യാനും ഭൂമി വെട്ടി ഒരുക്കി കൊടുത്ത സ്ഥലമാണ് ടെറായി എന്ന് പറയുന്നത്. വനം വെട്ടിത്തെളിച്ച് അവർക്ക് പാർപ്പിടങ്ങൾക്ക് വേണ്ടിയും കൃഷിക്ക് വേണ്ടിയും സ്ഥലം ഒരുക്കി കൊടുത്ത സ്ഥലമാണ് ഏത്? ടെറായി എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങൾ. ഒന്നാമത്തത് നദികൾ പ്രത്യക്ഷമാകുന്ന സ്ഥലം ചോദിച്ചാൽ ടെറായി ആണ്. ദുധുവ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ടെറായി മേഖലയിലാണ്, ഉത്തർപ്രദേശിലാണ്. 1947 പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന അഭയാർത്ഥികൾക്ക് വീട് വയ്ക്കാനും കൃഷി ചെയ്യാനും സ്ഥലം ഒരുക്കി കൊടുത്തതാണ് ഏത്? ഈ ടെറായി മേഖല എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ നോക്കൂ, ഖാദർ. ഖാദറിനെ പറ്റി നിരവധി തവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്താ ഖാദർ? അതായത് ഇതും ഒരു എക്കൽ മണ്ണ് പ്രദേശം തന്നെയാണ്. അതായത് പുതിയ എക്കൽ മണ്ണ് പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഖാദർ. ഉത്തരമഹാസമതലത്തിലെ പുതിയ എക്കൽ മണ്ണ് വന്നടിയുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ഖാദർ. അപ്പൊ ഏറ്റവും ഫലഭൂഷ്ടമായ സ്ഥലം ഇതിൽ ഏതെന്ന് ചോദിച്ചാൽ ഖാദറാണ്. പുതിയ എക്കൽ മണ്ണല്ലേ, 100 മേനി വിളവ് ലഭിക്കുന്ന സ്ഥലമാണ് ഉത്തരമഹാസമുദ്രത്തിലെ ഖാദർ എന്ന് പറയുന്ന പ്രദേശം, പുതിയ എക്കൽ മണ്ണ് പ്രദേശം. ഇനി നോക്കൂ, 4ാമത്തെ പ്രദേശമാണ് 1, 2 ഇവിടെ ഖാദറായി. 4ാമത്തത് ഫംഗർ. ആ വാക്കിൽ തന്നെ ഉണ്ട് ഫംഗം വരിക അല്ലെ. അതായത് പഴയ എക്കൽ മണ്ണ് പ്രദേശം. അപ്പൊ എന്താ ഫംഗർ എന്ന് പറഞ്ഞാല് പഴയ എക്കൽ മണ്ണ് പ്രദേശത്തെയാണ് നമ്മൾ ഫംഗർ എന്ന് വിളിക്കുന്നത്. പഴയ എക്കൽ മണ്ണ് പ്രദേശമാണ് ഫംഗർ. ഉത്തരമഹാസമതലത്തിലെ ഈ 4 മേഖല ഫാബർ, ടെറായി, ഖാദർ, ഫംഗർ, ഇതില് ഏറ്റവും വലിയ മേഖല ഏതെന്ന് ചോദിച്ചാലും ഫംഗർ തന്നെയാണ്. ഫാബറും ടെറായി, ഖാദർ, അതിനേക്കാൾ വലിയ മേഖലയാണ് ഏത്? ഫംഗർ എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ
കാങ്കർ എന്ന് പറയപ്പെടുന്ന കാങ്കർ എന്നറിയപ്പെടുന്ന ചുണ്ണാമ്പ് കല്ലിന്റെ അവശിഷ്ടങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ പ്രദേശമാണ് ഏത്? പങ്കർ. ഇനി കൃഷി ചെയ്ത് ആ മണ്ണ് എന്ത് ചെയ്യുന്നു? ഏതാണ്ട് യൂസ്ലെസ് ആവുന്നു. എന്നാലും അവിടെ കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി അവിടെ കാണപ്പെടുന്ന ചുണ്ണാമ്പ് കല്ലാണ് ഏത്? കാങ്കർ എന്ന പേരില് കാങ്കർ എന്ന പേരില് ഒരു ചുണ്ണാമ്പ് കല്ലിന്റെ ശേഖരം ധാരാളമായി കാണപ്പെടുന്നതാണ് ഏതാ? പങ്കർ എന്ന് പറയുന്ന മേഖല. മനസ്സിലായല്ലോ? ഏറ്റവും വലുതാണ്, കാങ്കറാണ്. ഇനി കൃഷി ചെയ്ത് അത് ഉപയോഗശൂന്യമായി എന്ന് പറയാം. എന്നാലും അവിടെ കൃഷി ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, കൃഷിയുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ 4 മേഖലകൾ. ഇനി നമുക്ക് ഈ ഉത്തര മഹാസമതലത്തെ കുറിച്ച് 1-2 കാര്യങ്ങളൂടെ സൂചിപ്പിക്കാം, നോക്കാം എന്താണെന്ന്. അതായത് നമുക്കറിയാലോ, ഭൂപ്രകൃതി അനുസരിച്ച് നമ്മുടെ ഇന്ത്യ എങ്ങനെയൊക്കെ തിരിച്ചു? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരപ്രദേശം, ദ്വീപുകള് എന്നിങ്ങനെയൊക്കെ നമുക്ക് തരംതിരിക്കാം. ഇതിൽ രണ്ടാമത്തതാണ് ഏത്? ഉത്തര മഹാസമതലം. ഈ ഉത്തര മഹാസമതലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രത്യേകത, ഏറ്റവും പ്രായം കുറഞ്ഞ ഭൂപ്രകൃതി വിഭാഗം. ഫസ്റ്റ് പോയിന്റ്, പ്രായത്തിൽ കുറവാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഭൂപ്രകൃതി വിഭാഗം ചോദിച്ചാൽ ഉത്തര മഹാസമതലമാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലമാണ്. എന്നാൽ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ ആൻസർ മറ്റൊന്നാണ്, പഞ്ചാബാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണ്. ഈ ഉത്തര മഹാസമതലത്തിന്റെ ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. കാരണം മണ്ണ് തന്നെയാണ്. കുറെ കൂടെ ഇങ്ങോട്ട് പോകും കേട്ടോ, പാകിസ്ഥാനിലോട്ടൊക്കെ പോകുന്നുണ്ട്. നമുക്കിപ്പോൾ ഇന്ത്യയിലേക്കുള്ളത് മാത്രം ആണ് ഞാൻ ഏതാണ്ടൊന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളത് അല്ലേ. ഇനി ഈ നദികളുടെ അടിസ്ഥാനത്തിൽ ഉത്തര മഹാസമതലത്തെ നമുക്ക് 4ആയി തിരിക്കണം. നദികളുടെ അടിസ്ഥാനത്തിൽ ഉത്തര മഹാസമതലത്തെ 4ആയി തിരിക്കണം. ഇവിടെ നമ്മൾ മണ്ണിന്റെ അടിസ്ഥാനത്തിലാണ് 4ആയി തിരിച്ചത്. ഇനി നദികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 4ആയി തിരിക്കാം. ഒന്നാമത്തത് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയും. എന്താണ്? പഞ്ചാബ് ഹരിയാന സമതലം. 2 ഗംഗാ സമതലം. മൂന്നാമത്തത് ബ്രഹ്മപുത്ര സമതലം. 4ാമത്തത് മരുസ്ഥലി ഭാഗർ. ഇങ്ങനെ ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ചുരുക്കി എഴുതുന്നത്. ഒന്നുകൂടെ, നദികളുടെ അടിസ്ഥാനത്തിൽ ഉത്തര മഹാസമതലത്തെ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഏതൊക്കെയാണ്? പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറഞ്ഞാൽ സിന്ധുവും സിന്ധുവിന്റെ പോഷക നദികളും ഒഴുകുന്ന ആ പ്രദേശം. ഇന്ന് നമുക്കിവിടെ സിന്ധു ഇല്ല. സിന്ധുവിന്റെ 2 പോഷക നദികളെ ഒഴുകുന്നുള്ളൂ, സത്ലജും ബിയാസും ആണ് ഈ പറയുന്ന 2 സംസ്ഥാനങ്ങളുടെ പ്രധാനമായി ഒഴുകുന്നത്. ഏതൊക്കെയാണ്? സത്ലജും ബിയാസും. പാകിസ്ഥാനും കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, സിന്ധുവും പോഷക നദികൾ എന്ന് പറയാം. എന്നാലും നമ്മൾ പരീക്ഷയ്ക്ക് ആൻസർ വരുമ്പോൾ സിന്ധുവും പോഷക നദികൾ ഒഴുകുന്ന ഉത്തര മഹാസമുദ്രത്തിലെ പ്രദേശത്തിന് വിളിക്കുന്ന പേരാണ് പഞ്ചാബ് ഹരിയാന സമതലം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഗംഗാ സമതലം എന്തായിരിക്കും? ഗംഗയും പോഷക നദികൾ ഒഴുകുന്ന പ്രദേശം അല്ലെ. അപ്പൊ ബ്രഹ്മപുത്ര സമതലം എന്തായിരിക്കും? ബ്രഹ്മപുത്രയും പോഷക നദികൾ ഒഴുകുന്ന ആ പ്രദേശം. ഇനി PSCക്ക് ഇഷ്ടമുള്ളതാണ് മരുസ്ഥലി ഭാഗം. നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. എന്താണ് മരുസ്ഥലി ഭാഗം എന്ന് പറഞ്ഞാൽ? 2 നദികൾ ഒഴുകുന്ന പ്രദേശമാണ്. ഇപ്പൊ ഒന്നേ ഉള്ളൂ ഇപ്പോ. ഏതൊക്കെയാണ്? ലൂണി, സരസ്വതി. ഏതൊക്കെയാണ് നദികൾ? ലൂണി, സരസ്വതി നദികൾ ഒഴുകുന്ന പ്രദേശം. അതിൽ ലൂണി മാത്രമേ ഇന്നുള്ളൂ, സരസ്വതി ഇല്ല. ലൂണിയും വല്ലപ്പോഴും വർഷത്തിൽ 2-3 മാസം മാത്രമേ ലൂണി ഒഴുകാറുള്ളൂ. അപ്പോൾ ആ പ്രദേശത്തെയാണ് മരുസ്ഥലി ബാഗർ എന്ന് പറയുന്നത്. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ കറക്റ്റ് ഏതാണ്ട് ഈ രാജസ്ഥാന്റെ ഈ മേഖലയിലാണ് മരുസ്ഥലി ബാഗർ എന്ന പ്രദേശം വരുന്നത്. നിരവധി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. PSC റിപ്പീറ്റ് അടിച്ച് ചോദിച്ച ചോദ്യമാണ് മരുസ്ഥലി ബാഗർ. ഒരു കാര്യം കൂടെ ഞാൻ ഈ സന്ദർഭവശാൽ പറഞ്ഞോട്ടെ. മാറി വന്ന പുതിയ 9ാം ക്ലാസ്സിലെ പുസ്തകത്തില് കുട്ടികൾക്ക് ഇത് പഠിക്കാനുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ ഈ പറയുന്നതിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ അതിൽ വരുന്നുണ്ട്.
അതും കൂടെ ഞാൻ ഇപ്പൊ ഇതിലിട്ട് കുഴയ്ക്കുന്നില്ല. അത് സന്ദർഭവശാൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനെ നമുക്ക് അവിടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ. പുതുതായിട്ട് മാറി വന്ന 9th സ്റ്റാൻഡേർഡിലെ പുസ്തകത്തില് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചില വ്യത്യാസങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇതിൽ കൂടെ ഞാൻ കുഴയ്ക്കുന്നില്ല. ഓക്കെ, അവിടെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. യെസ്, ഓക്കെ. അപ്പൊ നദികളുടെ അടിസ്ഥാനത്തിൽ 4 തിരിക്കാം. ഏതൊക്കെയാണ്? പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം, മരുസ്ഥലി ബാഗർ. മരുസ്ഥലി ബാഗർ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ മേഖലയാണ്, ലൂണി സരസ്വതിയാണ് അല്ലെ. മണ്ണിന്റെ അടിസ്ഥാനത്തിൽ 4 തിരിക്കാം. ഏതൊക്കെയുടെ? ഫാബർ, ടെറായി, ഖാദർ, ഫംഗർ തുടങ്ങിയവ. ഇനി ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഉത്തരമഹാസമതലവുമായി ബന്ധപ്പെട്ടത്. അതായത് ഉത്തരമഹാസമതലത്തിലേക്ക് വീശിയടിക്കുന്ന വരണ്ട ചൂടുകാറ്റുണ്ട്. എന്താണ് ആ കാറ്റിന്റെ പേര്? ഇത് നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. ആ കാറ്റാണ് ലൂ. എന്താ കാറ്റിന്റെ പേര്? ലൂ. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നും യഥാർത്ഥത്തില് രാജസ്ഥാൻ മരുഭൂമി അഥവാ താർ മരുഭൂമിയിൽ നിന്നും ഉത്തരമഹാസമുദ്രത്തിലേക്ക് വീശിയടിക്കുന്ന വരണ്ട ശീതക്കാറ്റ്, വരണ്ട ഉഷ്ണക്കാറ്റ്, അതിന് പറയുന്ന പേരാണ് എന്തോന്ന്? ലൂ. അപ്പൊ ലൂ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു പ്രാദേശികവാദമാണ് അല്ലെ. കാറ്റുകൾ പഠിക്കുമ്പോൾ അവിടെ പ്രാദേശികവാദങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു വാദം ഇപ്പൊ മനസ്സിൽ വെച്ചേക്കുക. വാദം മീൻസ് കാറ്റ് അല്ലെ. അപ്പൊ ലൂ എന്ന് പറയുന്നത് എവിടേക്ക് വീശുന്നതാണ്? ഉത്തരമഹാസമുദ്രത്തിലേക്ക് വീശുന്ന വരണ്ട കാറ്റാണ് ഏത്? ലൂ. അത് എവിടെ നിന്നാണ് അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്? താർ മരുഭൂമിയിൽ നിന്നുമാണ് അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് ഈ ചോദ്യം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് തീർന്നിരിക്കുകയാണ്. ഉത്തരമഹാസമുദ്രത്തെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, മണ്ണിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരമഹാസമുദ്രത്തെ നമ്മൾ 4 തിരിക്കുന്നു. അതെന്ന് പറഞ്ഞെന്താണ്? നദികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 4 തിരിക്കാം. അതും നമ്മൾ പറഞ്ഞു. ഇനി ടെറായി എന്ന് പറയുന്ന പ്രദേശത്തിന് 2-4 ചോദ്യങ്ങളുണ്ട്. ഒന്ന് ദുധുവാൻ നാഷണൽ പാർക്ക് ടെറായിലാണ്. 2 1947 പാകിസ്ഥാനിൽ നിന്ന് വന്ന അഭയാർത്ഥികൾക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി സ്ഥലം ഒരുക്കി കൊടുത്ത വനം വെട്ടിത്തെളിച്ച് സ്ഥലം കൊടുത്തത് നമ്മുടെ ടെറായി മേഖലയിലാണ്. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? നദികൾ പ്രത്യക്ഷമാകുന്ന സ്ഥലമാണ് ടെറായി എന്ന് പറയുന്നത്. നദികൾ അപ്രത്യക്ഷമാകുന്ന സ്ഥലമാണ് ഫാബർ എന്ന് പറയുന്നത്. പുതിയ എക്കൽ മണ്ണ് പ്രദേശമാണ് ഖാദർ എന്ന് പറയുന്നത്. പഴയ എക്കൽ മണ്ണ് പ്രദേശമാണ് ഫംഗർ എന്ന് പറയുന്നത്. ഫംഗറാണ് ഈ 4 എണ്ണത്തിലെ ഏറ്റവും വലുതായിട്ട് പറയപ്പെടുന്നത്. ഇനി എന്താ പറയുന്നത്? ഫംഗറില് കാണപ്പെടുന്ന ഒരു തരം ചുണ്ണാമ്പ് കല്ലാണ് ഇത് കാങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പിന്നെ നമ്മൾ പൊതുവിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ചോദിച്ചാൽ ഉത്തരമഹാസമതലവും, ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ പഞ്ചാബും, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുമാണ് എന്ന് ഒന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്ന് എനിക്ക് ഉറപ്പിക്കാമല്ലോ. അപ്പൊ അടുത്ത മോർണിംഗ് ടീയില് നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ഓക്കെ, ആൾ ദി ബെസ്റ്റ്.